ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. ഇന്ന് വരെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത്ര റീച്ച് കിട്ടിയത്, ഇത്ര സബ്സ്ക്രൈബർ കൂടിയെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് കുറേ നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ വീണ്ടും പറയാം, ഞങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് ഇപ്പോഴും പൂർണ്ണമായി ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ പറയണതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുണ്ടെങ്കിൽ തന്നെ അറിയുന്നവരത് കമന്റ് ആയിട്ട് പറഞ്ഞു തരണം, തിരുത്തണം കേട്ടോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ എല്ലാവരും പറയില്ല, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊന്നും നമ്മൾ പറയില്ല. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കൊല്ലാവും. അപ്പം നമ്മളും നിങ്ങളുടെ പോലെ തന്നെ തുടക്കത്തിൽ ഒന്നറിയാണ്ട് നമ്മളെന്താ പറയുക, ഷോർട്ട് വീഡിയോ നമ്മളിങ്ങനെ എന്താ പറയാ, കാലത്തിടും, ഉച്ചയ്ക്കിടും, വൈകുന്നേരം ഇടും, സമയമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് റീച്ച് കിട്ടിയത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളും നിങ്ങളുടെ പോലെ തന്നെ ഈ പുതിയ ആൾക്കാരെ പോലെ തന്നെ ഒരു ദിവസത്തിൽ 5 എണ്ണം 4 എണ്ണം ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓരോ ഷോട്ടുകൾ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇടും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തിനാണ്, 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൈസ കിട്ടും, അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയല്ല എൻ്റെ കാര്യങ്ങൾ. അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലോങ് വീഡിയോയിലാണ് ഈ വാച്ച് അവർ എന്ന് പറഞ്ഞ സംഭവം കിട്ടുക. അതായത് 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം, നമ്മൾ ഒരിക്കലും കണക്കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അത് മോണിറ്റേഷനാണ്. നമ്മുടെ പോലെ നമ്മുടെ പോലെ സാധാരണ, അതായത് നല്ല നല്ല കണ്ടന്റുകളുണ്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇടുന്ന വീഡിയോയില് എന്താ പറയാ, ഒരു 2000 3000 അങ്ങനെ 4000 5000, പിന്നെ ഒരു 1-2 മാസത്തിന് ഉള്ളിൽ എന്താ പറയുക 5000 6000 ഒക്കെ വെച്ച് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 4000 വാച്ച് അവർ സിമ്പിളായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ തുടക്കക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം അത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. അത് കുറെ പേർക്ക് മനസ്സിലാവാണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് മോണിറ്റേഷൻ ആയത് ഞങ്ങൾക്ക് ഈ 4000 വാച്ച് അവറിലല്ല. അപ്പോൾ ഇതിൽ 3 തരം ഇതോട് പറയുന്നുണ്ട് അവർ. യൂട്യൂബ് മോണിറ്റേഷന് വേണ്ടിയിട്ട് 3 തരം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ 3 തരം കാര്യത്തിൽ പെടുന്ന കാര്യമാണ് ഈ 4000 വാച്ച് അവർ. അതായത് 365 ദിവസത്തിൽ 4000 വാച്ച് അവർ, അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ, അതായത് 30 ദിവസത്തിനുള്ളിൽ 3 ലക്ഷം വ്യൂസ്. അതായത് നമ്മൾ ഷോർട്ട് വീഡിയോയിലാവാം, ലോങ് വീഡിയോയിലാവാം. പിന്നത്തെ ഇത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 365 ദിവസത്തിനുള്ളിൽ 1 കോടി വ്യൂസ്. അത് ഷോർട്ട് വീഡിയോയിലാവാം, ലോങ് വീഡിയോയിലാവാം. അപ്പോൾ ആദ്യം നമുക്ക് 4000 വാച്ച് അവർ, പിന്നെ 90 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം വ്യൂസ്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ 1 കോടി വ്യൂസ്. അപ്പോൾ ഈ ഇത് മാറ്റി വയ്ക്കാം. ആദ്യത്തെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭയങ്കര റിസ്ക്കാണ്. അപ്പം നമുക്ക് പിന്നെ രണ്ടാമത്തെ 90 ദിവസത്തിനുള്ളതും നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ 10 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മോണിറ്റേഷന് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞ കാര്യം ഇതായത്. അപ്പം നമുക്ക് 365 ദിവസത്തിൽ 10-ാം മാസത്തിൽ നമുക്ക് 1 കോടി വ്യൂസായി. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ മോണിറ്റേഷൻ നടന്നതും നമുക്കിപ്പോൾ വരുമാനം കിട്ടണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തിൽ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ മാസത്തെ കിട്ടാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കം തന്നെ ചെയ്യേണ്ട കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു സമയം സെറ്റ് ചെയ്യുക. നമ്മുടെ ലോങ് വീഡിയോ ചെയ്യലും ഷോർട്ട് വീഡിയോ പോലും നമ്മളൊരു സമയം സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ 1 2 3 4 5 വീഡിയോ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇട്ട ഒരു ദിവസത്തിൽ അതിനൊരു സമയം സെറ്റ് ചെയ്യണം. അതായത് സമയം കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ദിവസം 5 എണ്ണം ഒക്കെ ഇടുന്നു പറയില്ലേ, അതിൽ ഈ 5 എണ്ണം ഇടുന്നു പറയണേല് ഞങ്ങൾ വീഡിയോ നന്നായി പോണത് ആ സമയം ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങളിപ്പോ ഒരു ദിവസം 5-6 ഷോർട്സുകൾ ഇട്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് നിങ്ങൾ 2-3 വീഡിയോ ഇത് നല്ല റീച്ചിൽ പോയി.
അപ്പൊ നിങ്ങൾ ഇട്ട സമയം ആ സമയം ഇതിൽ കാണിക്കണ്ട. അതായത് ഓരോരോ ചാനലിന് നമുക്ക് തന്നിട്ടുള്ള സമയമുണ്ട്, യൂട്യൂബുകാര് തന്നിട്ടുള്ള സമയമുണ്ട്. അത് നമുക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് റീച്ച് ആയിട്ട് ഒരു ദിവസത്തില് സമയങ്ങൾ എഴുതിണ്ടാവും. അങ്ങനെ 3-4 സമയങ്ങള് 5 മണി 4 മണി അതില് നോക്കാറിയാം. നമ്മളിടുന്ന സമയം നമ്മള് ഓരോ വീഡിയോ നമ്മളിടുന്ന സമയം നമ്മൾ ജസ്റ്റ് ആലോചിച്ച് വെച്ചാലും മതി. അപ്പൊ നമ്മൾ കാലത്തിട്ടേന് 1000 വ്യൂസ് കിട്ടിയെന്ന് ചോദിക്കും. ഒരു 10-11 മണിക്ക് 11 മണിക്ക് ഇട്ട് 2000 വ്യൂസ് കിട്ടിയെന്ന് വിചാരിക്കും. അതുപോലെ ഒരു 3 മണിക്ക് ഇട്ട് അത് കുറവായിരിക്കും. അപ്പൊ അത് വേണ്ടാന്ന് വെക്കാം. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കാം. പിന്നെ നമ്മള് വൈകിട്ട് ഒരു 5 മണിക്ക് ഇടാന്ന് വെക്കാം. അപ്പൊ നമുക്ക് 3000 വ്യൂസ് കിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ 2 സമയം നമ്മൾ കണ്ടുവയ്ക്കുക. ആ സമയത്തിൽ തന്നെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സമയം യൂട്യൂബിലേക്ക് നമ്മൾ എല്ലാ ദിവസവും ആ സമയത്ത് നമ്മൾ വീഡിയോ ഇടും. ഇത് കാര്യമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് നേടണമെന്ന് ഉള്ളൊരു ചിന്തയുള്ള ആൾക്കാരാണെന്നുള്ളതൊരു ഇത് യൂട്യൂബിന് തോന്നണം. അതിന് നമ്മൾ സമയം നിങ്ങളുടെ അടുത്ത് സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാ ദിവസവും അപ്പൊ റീച്ച് കിട്ടും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് തുടർന്ന് 2 ദിവസം ഇട്ടിട്ട് പിന്നെ ഈ സമയത്ത് ഇട്ടില്ലെങ്കിൽ അവര് വേറെ സമയത്ത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഇടാം. ചിലപ്പോ ഒരു ദിവസം നമുക്ക് റീച്ച് ഉണ്ടാവില്ല, കുറവായിരിക്കും. അത് ചോദിച്ചിട്ട് പിന്നത്തെ ദിവസം നിങ്ങൾ ഇടാണ്ടിരിക്കരുത്. നിങ്ങൾ തുടർന്ന് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കെന്ന് വെച്ചാൽ അങ്ങനെ സമയത്തിന് പോകുമ്പോ നമ്മുടെ വീഡിയോ കറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ നോട്ടിഫിക്കേഷൻ പോകും. ഈ നോട്ടിഫിക്കേഷൻ കറക്റ്റായി പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതും. യൂട്യൂബ് എന്ന് വെച്ചാൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അവർക്ക് നമ്മൾ ചാനൽ ഉണ്ടെങ്കിൽ അവർക്ക് ഗുണമുള്ളൂ. അപ്പോൾ അവർ പരമാവധി നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു ചാനൽ തുടങ്ങി എന്താ പറയുക 200, 300, 400, 500 അങ്ങനെ സബ്സ്ക്രൈബർ കൂടുമ്പോൾ നമ്മളൊരുവിധ ആൾക്കാരെടുത്തും നമ്മുടെ കൂട്ടുകാരന്മാരെടുത്തും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറയും. അപ്പോൾ അവർ പറയടാ എന്ന് വെച്ചാൽ ചാനലിൽ ലിങ്ക് ഒരിക്കലും നിങ്ങൾ അയച്ചു കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് സെർച്ച് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ സെർച്ച് ചെയ്യാൻ പറയാം. ലിങ്ക് അയച്ചു കൊടുക്കരുത്. അപ്പൊ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 5 പേര് സെർച്ച് ചെയ്തു, പിറ്റേ ദിവസം ഒരു 10 പേര് സെർച്ച് ചെയ്തു. പിന്നെ അങ്ങനെ 5-10 പേര് 15 പേര് അങ്ങനെ നിങ്ങൾ പോണോടത്തൊക്കെ അങ്ങനെ നിന്റെ ചാനലിന്റെ പേരെന്തിട്ടാ, നീ ചാനൽ തുടങ്ങിയെന്ന് കേട്ടൂല്ലോ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് പേരടിച്ച് സെർച്ച് ചെയ്യുമ്പോ കൂടുതൽ ഇതൊന്നല്ല യൂട്യൂബിലെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കണ്ടല്ലോ. അപ്പൊ ഇവരൊന്ന് അങ്ങനെ അപ്പൊ യൂട്യൂബില് ഒരു ചാനല് അടിപൊളി ചാനലാന്ന് തോന്നുന്നു. കുറെ സെർച്ച് ചെയ്യലാണ് നമ്മുടെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇതേപോലെ മോണിറ്റേഷൻ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഡോളറിന്റെ ഒരു ഓപ്ഷൻ ഓൺ ആവും. ഡോളറിന്റെ ഓപ്ഷൻ ഓൺ ആവുമ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും തൊട്ടൊരു സൈഡിൽ S പോലെ ഒരു ബ്ലാക്കിൽ ഉണ്ടാവും. അതായത് ഡോളറിന്റെ ചിഹ്നം. അത് പച്ചയാവും. മോണിറ്റേഷൻ കഴിഞ്ഞാൽ അത് പച്ചയായ പിന്നെ നമ്മുടെ തോന്നൽ നമുക്ക് അടുത്ത മാസം കാശ് കിട്ടുന്നതായിരിക്കും. കാശ് അപ്പോഴും കിട്ടില്ല. അപ്പോഴും നമ്മൾ വീണ്ടും തുടർന്ന് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ലോങ് വീഡിയോയിലാണ് കൂടുതൽ പൈസ കയറാം. ഷോർട്ട് വീഡിയോയിൽ എന്താ പറയാ ഒരു ദിവസമൊക്കെ ചിലപ്പോ $2, $3, അതായത് വ്യൂസ് വേണം. 1,50,000 ഷോർട്ട് വീഡിയോയിൽ നമുക്ക് 1,00,000 വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ലോങ് വീഡിയോയിൽ ഒരു അതേപോലെ ഒരു 10,000 വ്യൂവേഴ്സ് കാണാൻ. 10,000 ഇന്നത്തെ 2 വീഡിയോ ഇട്ട് അപ്പൊ 20,000 പേര് കൊണ്ടു. അങ്ങനെ 7 ദിവസത്തിൽ നമ്മൾ ഇത്രയും വീഡിയോ ഇടുമ്പോ അപ്പൊ അത്രയും പേര് കൊണ്ട് അങ്ങനെയൊക്കെ ഇട്ട് ചെറിയൊരു പൈസ. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ മാസം പൈസ കിട്ടും, മോണിറ്റേഷൻ കഴിഞ്ഞില്ല, അപ്പൊ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ എടുത്ത് ആ ലോങ് വീഡിയോ ഈ പറയണ പോലെ 10,000, 5,000, 6,000 ഒക്കെ പേര് കാണണം. ഇല്ലെങ്കിൽ പോലും 2,000, 3,000 പേര് വെച്ചിട്ട് ഡെയിലി ഇടുന്നത് ഡെയിലി കാണാം, അല്ലെങ്കിൽ 1.5 ഇടുന്നത്. അപ്പം അതിന് നമുക്ക് ഓരോ ദിവസം പൈസ കയറും. അപ്പോൾ പൈസ കയറുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $1, $2, ചില $10, $20 ഒക്കെ കയറും. വലിയ യൂട്യൂബർമാർക്കൊക്കെ ചിലപ്പോൾ ഒരു ദിവസം $500, $1,000 ഒക്കെ കയറേണ്ടതായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്നാലും ചെറിയ തോതിൽ ജീവിച്ച് പോകാനുള്ള പോലത്തെ ഒരു കാണാകാശ് പോലെ നമുക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഈ ഡോളർ എങ്ങനെയാണ് വരണേന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഡോളർ 28 ദിവസമാണ് അവർ പറയുന്നത്. 28 ദിവസത്തിനുള്ളിൽ $100 ആവണം. അതായത് ഇപ്പോൾ നാട്ടു നടപ്പനുസരിച്ച് 8,300 രൂപ.
അതിൽ കൂടുതലായ അത്രയും ഗുണം. അത് ഇപ്പോൾ നമ്മൾ 28ാമത്തെ ദിവസം നമ്മുടെ എന്താ പറയാ $99 നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാശ് കിട്ടില്ല. $100 ആയാലും നമുക്ക് കാശ് ആഡ്സൺ അക്കൗണ്ടിലേക്ക് ഏറ്റവും കുറവ് ഏറ്റവും വേണ്ട $100. ആ $100 ആയാലും നമുക്ക് ആഡ്സൺ അക്കൗണ്ടിലേക്ക് നമ്മുടെ പൈസ പോവുള്ളൂ. 99 രൂപയാണെങ്കിൽ പോവില്ല, അവിടെ വെക്കും. 100 രൂപ തന്നെ വേണം. ഇതിപ്പോ 100 എന്നുള്ളത് 200, 300, 400 ആയാലും അത് വരൂട്ടാ. അപ്പൊ അങ്ങനെ അത് വന്ന് ഈ 10ാം തീയതി യൂട്യൂബിൽ നിന്ന് ഗൂഗിൾ ആഡ്സിലേക്ക് പോകും. ഗൂഗിൾ ആഡ്സിലേക്ക് പോയിട്ട് പിന്നെ 20ാം തീയതി തൊട്ട് 21ാം തീയതി തൊട്ട് 26ാം തീയതിക്കുള്ളിൽ ഈ ഗൂഗിൾ ആഡ്സിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ മെയിൽ ചെയ്യും. അങ്ങനെ മെയിൽ ചെയ്തിട്ടാണ് നമുക്ക് ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവർ പറയും 22ാം തീയതി, 21ാം തീയതി, 23ാം തീയതി നമുക്ക് മെയിൽ വരും. അതായത് ഞങ്ങൾ നിങ്ങളുടെ പൈസ ഇത്രയും പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവർ നമ്മുടെ നിന്ന് പിടിച്ചത് എത്ര $3 അങ്ങോട്ടാണ് കേട്ടോ. 3 ചെറിയ അത് കുഴപ്പമില്ല, ചെറിയൊരു ടാക്സ് പോവും. അങ്ങനെ പോയിട്ട് അത് ഓരോരുത്തരുടെ എമൗണ്ടിനനുസരിച്ച് ചെറിയൊരു ടാക്സ് പോവും. എന്നാലും നമുക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ഇപ്പം $100 ട്രാൻസ്ഫർ ചെയ്തെന്ന് വിചാരിക്കുക. അതായത് 8,300 രൂപ ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ $2, $3 പോയി കഴിഞ്ഞാൽ ആ പലിശ ഒരു ടാക്സ് പോയി കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള പൈസ എത്ര പറയാം, അപ്പോൾ 7,900 അല്ലെങ്കിൽ 8 ചില്ലറ അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെയാണ് ഇതിൻ്റെ പൈസയുടെ കാര്യം കിടക്കുന്നത്. അപ്പോൾ കുറേ പേർക്കുള്ള തെറ്റിദ്ധാരണ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇത് തുടങ്ങുമ്പോൾ അതിൻ്റെ പകുതിയിലോ അല്ലെങ്കിൽ തുടക്കത്തിലോ തന്നെ ഗൂഗിൾ ആഡ്സ് അല്ല അതിന് മുമ്പും ഉണ്ടാക്കിയാൽ എന്താ കാരണം വെച്ചാൽ കൂടുതൽ മെയിലുകൾ വരും. മെയിലുകൾ അതായത് ഓരോ കാര്യങ്ങൾ, സംശയങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് അവർ പറഞ്ഞു തരും. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പിന്നെ യൂട്യൂബിലുള്ള എല്ലാ ഓപ്ഷനുകളും ഉപയോഗിക്കണം. ലൈവിന്റെ ഓപ്ഷൻ ഉപയോഗിക്കണം. ലൈവ് അത് ഓട്ടോമാറ്റിക് കട്ടായി പോകും. നമ്മള് യൂട്യൂബിൽ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ യൂട്യൂബില് വന്നിട്ടുള്ള എല്ലാ ടൂളുകളും നമ്മൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ഓരോ അപ്ഡേഷനുകൾ വരുമ്പോൾ നമുക്കും കൂടി ഗുണമുള്ളത് വരുള്ളൂ. അപ്പം ഈ വീഡിയോ നമ്മൾ 1-2 പേര് സംശയം പറഞ്ഞത് കൊണ്ടും നമ്മൾ ചെയ്ത കാര്യങ്ങളും ഇപ്പം സിൽവർ ബട്ടൺ കിട്ടിയതും അങ്ങനെയുള്ള കാര്യം ഞങ്ങൾക്കും അറിവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ പോലെ സെർച്ച് ചെയ്ത് കൂടുതൽ നിങ്ങൾ ആരുടെയും ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഫുൾ ടൈം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യും. ഓരോരോ മോണിറ്റൈസിങ്ങിന്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ തനിച്ചും ചെയ്ത ഒരാളുടെ സഹായത്തിനൊന്നും ഞങ്ങൾ നിന്നില്ല. കാരണം പിന്നെ നമുക്ക് മോണിറ്റൈസിങ്ങിന്റെ കാര്യങ്ങൾ ഞങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത്, അതേപോലെ ഓരോന്ന് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഐഡി വെരിഫിക്കേഷൻ ചെയ്യാനാണെങ്കിലും പിന്നെ സിൽവർ ബട്ടന്റെ കാര്യമായപ്പോഴാണ് നമ്മള് ജിജോബായി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ, അപ്പൊ ആ ചേട്ടൻ നമ്മളെ കുറെ സഹായിച്ചു. എന്നാലും അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവില്ല. അതായത് നേരിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടറിയാൻ. നമ്മളൊരാൾ ഫോണിലൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴും നമ്മൾ സെർച്ച് ചെയ്ത് അപ്പൊ നിങ്ങൾ എല്ലാത്തിനും യൂട്യൂബിൽ തന്നെ അതിനുള്ള ഓപ്ഷനുകളും കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം തെറ്റുകൾ വരരുത്. ഇതില് മോണിറ്റേഷന്റെ കാര്യത്തിലായാലും നമ്മള് ഐ ഡി വെരിഫിക്കേഷൻ, ബാങ്കിലേക്ക് ക്യാഷ് വരേണ്ട കാര്യത്തിനായാലും ബാങ്കിലത്തെ അക്കൗണ്ട് കാര്യം. അപ്പൊ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ മോന്റെ സ്റ്റുഡന്റ് അക്കൗണ്ട് ജോയിന്റ് ആയിട്ടുള്ളത് കൊടുത്തത് അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ഫ്രീസ് പോലെ വന്നു. അത് നമ്മളത് റിലീസ് ചെയ്ത് ഇപ്പൊ വേറെ അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്റെ പേര് തുടങ്ങിയിട്ട് ആ അക്കൗണ്ട് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ മാസം. അപ്പൊ അത് ഇത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാരും ഇതുപോലെ പിന്നെ വേറെ ചിലവരുണ്ട് മോണിറ്റൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇടില്ല. കുഴപ്പമൊന്നുമില്ല, മോണിറ്റൈസിങ് കഴിഞ്ഞതല്ലേ ക്യാഷ് കയറിക്കോളും ഉള്ള വീഡിയോ. പക്ഷെ നിങ്ങൾ ഒരിക്കലും മോണിറ്റൈസിങ് കഴിഞ്ഞു നിർത്തരുത്. നിങ്ങൾ അതേപോലെ തുടർന്ന് ചെയ്യണം. എന്നാലും നിങ്ങളെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യല്ലോ, നിങ്ങൾക്ക് റീച്ച് ആക്കോളൂ. ചിലവർ ഞാൻ ചിലർ കാണുന്നുണ്ട് മോണിറ്റൈസിങ് കഴിഞ്ഞാൽ അപ്പൊ 2-3 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്താൻ യൂട്യൂബ് ചാനൽ എന്തായാലും ഞങ്ങൾക്ക് $. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ തുടർന്ന് വീഡിയോ ഷോർട്സും എല്ലാ കാര്യങ്ങളും ലൈവും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ കയറും. നിങ്ങൾക്ക് യൂട്യൂബ് നിങ്ങളെ തന്നെ ശരിക്കും റീച്ച് ആക്കും. ചിലരൊക്കെ നിങ്ങൾ എങ്ങനെ ഇത്ര റീച്ചായി, സത്യം പറയാൻ ഞങ്ങൾ എങ്ങനെ റീച്ച് ആയത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസുകളും ഷോർട്സുകളും സമയത്തിനൊക്കെ ഞങ്ങൾ ഇത്ര കാലത്ത് 8 മണിക്ക് വൈകിട്ട് 6:10 ഇടും. അത് ഞങ്ങളിപ്പോ ഒരു കൊല്ലാവന പോണ അതിനൊരു മാറ്റം ഞങ്ങൾ ഉണ്ടായില്ല. തുടക്കത്തില്
ഇടയ്ക്കും തലയ്ക്കൊക്കെ ഓരോന്നൊക്കെ തെറ്റുക എന്ന് വെച്ചാൽ അറിയില്ല, നമുക്ക് സമയം അറിയാത്ത കാരണം കുറേയൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് 2 മാസം 1 മാസത്തിന് ശേഷം ഞങ്ങൾ ഈ ടൈം 8 മണിയും വൈകിട്ട് 6:10 ഞങ്ങൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഇടും കറക്റ്റ് ഈ ടൈമിൽ. അപ്പോൾ ഇത് ഗുണം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർ നമ്മുടെ ടൈം മനസ്സിലാക്കും. അപ്പോൾ 8 മണിക്ക് 8 മണിക്ക് KLPPയുടെ ഒരു വീഡിയോ വരുമല്ലോ, അല്ലെങ്കിൽ ഷോർട്ട് വരുമല്ലോ, അപ്പോൾ അവരത് വെയിറ്റ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഇടുമ്പോൾ എന്നത് കാണുമ്പോൾ അവർക്ക് തന്നെ അത് അയ്യോ, അതേപോലെ നമ്മളൊരു സമയം വെക്കണം. അതാണ് എനിക്ക് കൂടുതൽ പറയുന്നത്. നിങ്ങൾ ആ ടൈം ഒരിക്കലും തെറ്റിക്കാണ്ട് കറക്റ്റായി ഇട്ട് വയ്ക്കുക. നിങ്ങൾ എന്തായാലും നല്ല റീച്ചും ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല വ്യൂവേഴ്സൊക്കെ കിട്ടും, സബ്സ്ക്രൈബും കൂടും. കാരണം ഷെയർ ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തേ ഇങ്ങനെ നല്ലൊരു ഞങ്ങൾക്ക് കൂടുതൽ ഷെയർ ഉണ്ടായിരുന്നു. ഷെയറും കമന്റും ലൈക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ യൂട്യൂബ് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മുടെ ഒറ്റ വീഡിയോയിൽ ഇതുവരെ പറയാൻ പറ്റില്ല. നമ്മളുടെ സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ 100% ചാനലില്ലാത്തവരാണ് കേട്ടോ. അവരാണ് നമ്മുടെ വിജയം. അവരോട് വലിയൊരു നന്ദി പറഞ്ഞേ പറ്റൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓരോ കമന്റുകൾ, നമ്മളിപ്പോൾ സിൽവർ ബട്ടൺ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ആദ്യത്തെ വരുമാനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ മോണിറ്റേഷനായി ഒരുപാട് പേര് സ്വന്തം വീട്ടുകാർക്ക് ഇല്ലാത്ത പോലത്തെ ഒരു സ്നേഹം കാണി. അങ്ങനത്തെ പോലെ അതായത് കമന്റ് വായിക്കുമ്പോ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നിപ്പോ നമ്മളൊരു ചാനലിൽ കമന്റ് ഇട്ടിരുന്നത്, അവര് നമ്മള് അവരെ ചാനലിട്ട കമന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവര് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട്. അപ്പൊ അവര് വിചാരിച്ചത് ഇത് ഭയങ്കര വലിയൊരു ചാനലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഭയങ്കര സന്തോഷായിട്ടാ, നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് മാത്രം പറയുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യേ, കമന്റ് ചെയ്യേ, എന്താണ് ചെയ്യുക. അപ്പൊ എല്ലാരും കമന്റുകള് വായിക്കാതിരിക്കരുത്. എല്ലാരും കമന്റ് വായിക്കണം. എല്ലാരും അതന്നെ കമന്റുകൾ വായിക്കുക. ആ കമന്റുകൾ വായിച്ചിട്ട് ആ കമന്റിൽ ചാനൽ ഉണ്ടെങ്കിൽ കയറി അവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കുറെ ലൈക്ക് വരുന്നു, പിന്നെ കമന്റ് വരുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് വിടരുത്. ആ കമന്റ് നിങ്ങൾ വായിച്ചിട്ട് അതിന് റിപ്ലൈയും കൊടുക്കണം. പിന്നെ കമന്റ് ആരിട്ടേക്കണം ആ ചാനലിൽ കയറിയിട്ട് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ അതേപോലെ കമന്റ് ചെയ്യുക. അപ്പൊ അവർക്കൊരു സന്തോഷവും. പിന്നെ നമ്മുടെ ചാനൽ തുടർന്നിട്ട് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പൊ സമയം ഇങ്ങനെ നീണ്ടു പോയത് കൊണ്ട് നമ്മൾ നിർത്തണേ. നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ സമയമൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ പറയുന്നത് കറക്റ്റായി മനസ്സിലാവുകൊണ്ട് കുറെ പേരിക്കുന്നു പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യണം. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. പൊടി കൂടെ പറയും, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ശരി. അപ്പൊ